ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ ടെക്നിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫിലിമോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് ടൂള് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മൾ ഒരുപാട് തവണ ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടന്റിന്റെ ഉള്ളിൽ ഒരു യൂസർ നെയിമും പാസ്വേഡും മറ്റു കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്ന ഭാഗം എങ്ങനെ ബ്ലർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് ഫിലിമോറ എന്നുള്ള ടൂളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി വീഡിയോസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ തന്നെയാണ് ഫിലിമോറ. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ ബ്ലർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇൻ്റർഫേസ് ഫിലിമോറ എന്ന വീഡിയോ എഡിറ്റിംഗ് ടൂളിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇതിൽ ഞാനിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ജസ്റ്റ് വീഡിയോ ട്രാക്കിലേക്ക് ഒന്ന് ട്രാക്ക് ചെയ്ത് വെച്ചു. ഇതിൽ ഞാൻ ഒരു ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്ന ഒരു ഭാഗം ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് ഞാനിതിൽ ബ്ലർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോർമലി നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ പാസ്വേഡ്, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ബ്ലർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ ഞാൻ ബ്ലർ ചെയ്തെടുക്കണം. ഞാൻ ആ കറക്റ്റായിട്ട് ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ഞാനത് പ്ലേസ് ചെയ്ത് വച്ചു. മെയിലായിട്ട് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് വരും. യൂട്ടിലിറ്റി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്തെടുത്ത് വെച്ചാൽ കുറച്ചധികം ബ്ലറിങ് ടൂൾസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ മോസിയാക്ക് എന്നുള്ള ഈ ഒരു ടൂള് ചൂസ് ചെയ്യാം. അത് കറക്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പോർഷനിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഡ്രാഗ് ചെയ്തിട്ട് അതിലേക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ കറക്റ്റായിട്ട് നമ്മൾക്ക് ആ ഒരു മെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്ന പോർഷൻ നമുക്ക് കറക്റ്റായിട്ട് വെക്കാം. വച്ചതിന് ശേഷം അതിൻ്റെ ഇൻറ്റൻസിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഇൻറ്റൻസിറ്റിയും അതേപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്പാരൻസിയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. രണ്ടെണ്ണം. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വേണ്ടതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് ഒന്ന് ബ്ലറായിട്ടെങ്കിലും എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കത് വെക്കാൻ പറ്റും. ഇപ്പോൾ കറൻ്റ് ഞാൻ അത് ഓൾമോസ്റ്റ് ഏത് പോർഷൻ വരെയാണോ എനിക്ക് ബ്ലറായി നിൽക്കേണ്ടത് ആ ഒരു പോർഷൻ വരെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ തിങ്ങിനെ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഇമെയിൽ അഡ്രസ്സ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ജസ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗം കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ് ടൈപ്പ് ചെയ്തതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫിലിമോറ എന്നുള്ള ടൂളിൽ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എല്ലാം ബ്ലർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.